ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 17, പേജ് നമ്പർ 721. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ ജ്ഞാനമേവ ച. പദാനുപദം. സത്വാത്ത് സത്വഗുണത്തിൽ നിന്ന്, ജ്ഞാനം ജ്ഞാനവും, രജസഃ രജസിൽ നിന്ന്, ലോഭഃ ഏവ ച ലോഭവും, സംജായതേ ഉണ്ടാകുന്നു, താമസഃ തമസിൽ നിന്ന്, പ്രമാദമോഹൗ പ്രമാദവും മോഹവും, അജ്ഞാനം ഏവ ച അജ്ഞാനവും, ഭവതഃ ഭവിക്കുന്നു. വിവർത്തനം. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും, രജസിൽ നിന്ന് ലോഭവും, തമസിൽ നിന്ന് പ്രമാദവും, മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഭാവാർത്ഥം. ആധുനിക സംസ്കാരം ജീവസത്തകൾക്ക് വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണാവബോധം സ്വീകരിക്കേണ്ടതാണ്. കൃഷ്ണാവബോധത്തിലൂടെ സമൂഹത്തിൽ സത്വഗുണം പുഷ്ടിപ്പെടും. സത്വഗുണം പുഷ്ടിപ്പെടുമ്പോൾ ജനങ്ങൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യും. തമോ ഗുണത്തിൽ മനുഷ്യർ മൃഗപ്രായരാണ്. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായി, ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്ന സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്വമില്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്വമില്ലായ്മ നിർത്തുന്നതിന് ഏവരിലും സത്വഗുണം വളർത്താനുതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരൂ. അത് ലഭിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം സ്പഷ്ടമാവും. അവർ സ്ഥിരചിത്തരായി തീരും. ലോകത്തിൽ സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിക്കും. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും സമൃദ്ധിയും സന്തുഷ്ടിയും
വർദ്ധിച്ചില്ലെന്നു വന്നാൽ പോലും സമൂഹത്തിൽ ചെറിയൊരു ശതമാനമെങ്കിലും കൃഷ്ണാവബോധം വളർത്തി സത്വഗുണത്തിലായാൽ ലോകത്തിൽ ഒട്ടാകെ ഐശ്വര്യവും സമാധാനവുമുണ്ടാവാൻ സാധ്യതയുണ്ട്. മറിച്ച് രജസ്തമോ ഗുണങ്ങളിലാണ് ജനങ്ങൾ മുഴുകുന്നതെങ്കിൽ ഇവിടെ ഐശ്വര്യമോ സമാധാനമോ ഉണ്ടാവുക സാധ്യമല്ല. രാജസ സ്വഭാവികൾ ലോഭികളാണ്. അവരുടെ ഭൗതിക ഭോഗതൃഷ്ണയ്ക്കതിരില്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടുന്ന സർവസൗകര്യങ്ങളും വേണ്ടത്ര ധനവും ഉണ്ടായിരുന്നാൽ തന്നെയും മനസ്സമാധാനമോ സന്തോഷമോ ഇല്ലെന്നു കാണാം. രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നതാണിതിനു കാരണം. ഒരാൾക്ക് സന്തുഷ്ടിയാണ് വേണ്ടതെങ്കിൽ ധനം അതിന് ഒട്ടും സഹായകരമല്ല. അയാൾ കൃഷ്ണാവബോധ പരിശീലനം കൊണ്ട് സാത്വിക ഗുണത്തിലേക്ക് സ്വയം ഉയരുക തന്നെ വേണം. ഒരാൾ രജോ ഗുണത്തിൽ മുഴുകുമ്പോൾ അയാളുടെ മനസ്സ് അസന്തുഷ്ടമായിരിക്കുമെന്ന് മാത്രമല്ല, പ്രവൃത്തിയും ക്ലേശബഹുലമായി തന്നെയിരിക്കും. തൻ്റെ പദവി നിലനിർത്താനാവശ്യമായ ധനം നേടുന്നതിനു വേണ്ടി അയാൾക്ക് പല ഉപായങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഏതു വിധത്തിലും ക്ലേശമേയുള്ളൂ. തമോ ഗുണത്തിൽ ആളുകൾ ഭ്രാന്തന്മാരാകുന്നു. തങ്ങളുടെ പരിതസ്ഥിതികളിൽ വെറുപ്പ് വളർന്ന് അവർ ലഹരി പദാർത്ഥങ്ങളെ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്കാണ്ടുപോകുന്നു. ഏറ്റവും ഇരുളടഞ്ഞതാണ് ഇവരുടെ ഭാവി. ഹരേ കൃഷ്ണ.